ഒരു ജെല്ലിയുടെ ഇതൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഞാൻ ഈ പിന്നെ ഉണ്ടാക്കിയതാണ്. ഇത് എൻ്റെ ബ്രദറാണ്. ഇതൊരു ബോളാണ്. ഇതെൻ്റെ കൊട, ഒരു പോപ്പിറ്റ് കീ ചെയിൻ, പിന്നെ ഒരു ഡിന്നർ കൂട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. സോ നമ്മളിപ്പോൾ വേറെ ഇത് വെച്ച് ഉണ്ടാക്കാൻ പോവാണ്. സോ നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓർത്തിട്ടാണ് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. സോ നമ്മൾ ഓർക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുഞ്ഞാവയുടെ ഒരു ഫേസാണ്. ഒരു ബേബിയുടെ ഒരു കുഞ്ഞാവയുടെ ഒരു മുഖമാണ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കുഞ്ഞ് ഇതാണ് വേണ്ടത്, ജെല്ലിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, അതിനകത്താണ് നമ്മളിപ്പോൾ ഇത് വെക്കുന്നത്. സോ ഇതിനകത്ത് വെച്ച് ഉരുട്ടിയ സോഫ്റ്റ് ആയിട്ടിരിക്കും, സ്മൂത്തായിട്ടിരിക്കും. സോ ഇത് നമ്മൾ ഇച്ചിട്ട് ഉരുട്ടുന്നെങ്കിൽ നമ്മൾ ഉരുട്ടിയാക്കാം. സോ നമ്മളിപ്പോൾ ഇത് പരത്തിക്കാൻ പോവാണ്. അതിന് ഇങ്ങനെ ഒരു ഉരുണ്ട സാധനം ഇത് കണ്ടില്ലേ, ഇത് ഉരുണ്ടല്ലേ. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് ഫുൾ ഉരുണ്ടായിട്ട് ഒരു സ്കെച്ച് വേണം, സ്കെച്ചോ അത് പെൻസിലോ. പക്ഷെ അത് ചെയ്യാതെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്യണമെങ്കിൽ പ്രസ് ചെയ്തു. സോ നമ്മൾ ഇത് കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മുത്ത് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇത് ഇളകിപ്പോവും, പക്ഷെ ഇളകിപ്പോയാൽ സാരമില്ല. ഞാൻ ഇത് ഒട്ടിച്ച് വെച്ചേക്കുമല്ല, പശ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുമല്ല. ഇത് ഞാൻ ഇപ്പോൾ ചുമ്മാ ഇങ്ങനെ വെച്ചേക്കുക. എനിക്ക് സാധാരണ 2 പൊട്ട് തൊടുന്നതാണ് ഇഷ്ടം. ഇതിന് കണ്ടില്ലേ, 2 പൊട്ട് കൂട്ടില്ലേ. സോ എനിക്ക് 2 പൊട്ട് തൊടുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഇവിടെ ഒരു വലിയ പൊട്ട്, ചെറിയ പൊട്ട്, അങ്ങനെ തൊടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അമ്മ അങ്ങനെ തൊടാൻ സമ്മതിക്കത്തില്ല. വലിയ പൊട്ട് തൊടാൻ എൻ്റെ അമ്മ സമ്മതിക്കില്ല. പക്ഷെ നമ്മൾ ഇതുണ്ടാക്കാൻ പോവാണ്. ഇതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഇതില്ലേ, ഈ ഉരുണ്ടത്, ഇത് വെച്ച് നമ്മൾ ഒരു കണ്ണുണ്ടാക്കും. നന്നായിട്ടൊന്നും പ്രസ് ചെയ്യണ്ട, നന്നായിട്ട് പ്രസ് ചെയ്താൽ ഇങ്ങനെ കീറും. സോ കീറിയാൽ നമുക്ക് ആദ്യം തൊട്ട് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ ഇത് കീറിയപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഉണ്ടാക്കേണ്ടി വരും. സോ എൻ്റെ ബ്രദറ് ഒരു ടോട്ടോയ്സോ എന്തോ ഉണ്ടാക്കുവാണ്. ഇതാണ് മുയൽ, കീറ്റ. സോ ശരിക്കും അത് മുയലല്ല, വേറെന്തോ കൂട്ടിയിരിക്കും. പക്ഷെ എൻ്റെ ബ്രദർ പറയുന്ന ഈ ബ്രദർ ഒരു ബേബിയാണ്. ആ ബേബി അല്ല, ശരിക്കും അവന് 6 years ആയിട്ടുണ്ട്. അവന് തിരിച്ച് ബേബി ആവണമെന്നാണ് ആഗ്രഹം. ഈ 0 years ബേബി ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. സോ നമ്മൾ ഇതുണ്ടാക്കാം. ആദ്യം തൊട്ട് നമ്മളിപ്പോൾ നന്നായിട്ട് നെക്കിയപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഉണ്ടാക്കുവായിരുന്നു. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പ്രസ് ചെയ്യുന്നത്. ഈ തള്ളവിരലും ഇവിടെ വെച്ചാണ്. സോ നമ്മളിങ്ങനെ പരത്തിയിട്ടുണ്ട്. സൈഡൊക്കെ ഇങ്ങനെ പരത്തണം. നീളമാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് പരത്തിയാൽ മതി. സോ നമ്മളിപ്പോൾ ഞെക്കാതെ ഒന്ന് ഇതാക്കാൻ പോവാണ്. ഇതിങ്ങനെ വരും, പക്ഷേ അത് സാരമില്ല. നമ്മൾ പെറുക്കെയാണ് ഊരി എടുക്കുന്നത്. ഊരിയല്ല, നമുക്ക് ഇങ്ങനെ എടുക്കണ്ടേ. സോ ഇതിൻ്റെ അകത്ത് ഇത് കൂട്ടില്ലേ, ഈ ഡയമണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ വലിയ ഡയമണ്ട് ഉണ്ട്. വലിയ ഡയമണ്ട് അല്ല, ഇങ്ങനത്തെ ഷെല്ലൊക്കെ ഉണ്ട്. എടുത്ത് കാണിക്കാം. ഇതൊക്കെയാണ് ഉള്ളത്.
പക്ഷെ ഇച്ചിരി അത് വലുതായതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ കുഞ്ഞു ജെല്ലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇച്ചിരി കുഞ്ഞതാക്കണം, എന്നാലേ ശരിയാവുള്ളൂ. നമ്മൾ ഇച്ചിരി കുഞ്ഞതാക്കണമെങ്കിൽ ഇത്ര ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യും. ബാക്കി ഈ ജെല്ലി നമ്മൾ കാർഡ്ബോർഡിലാണ് വെക്കേണ്ടത്. സോ ഇത് ഇത്ര ആക്കിയിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഇങ്ങനെ താഴോട്ടാണെങ്കിൽ അതൊന്നുകൂടെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. സോ നമ്മൾ വായ ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഇത്ര മതി, ഇത്രയെങ്കിലും മതി, ഇത്ര മതി, കുറ്റം മതി. ആ ചുമ്മാ കാണിക്കുന്നത് ഒരു സ്കെച്ച് വെച്ചാണ് അവർ കാണിക്കുന്നത്. സോ നമ്മൾ ഈ വായ ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവരും കണ്ടോ, ഇതിങ്ങനെ വി കൂട്ടാണ് ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് സാരമില്ല. ഇച്ചിരി വലുതാണെങ്കിൽ നമ്മളിങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടെ എടുക്കും. ഈ പീസെല്ലാം നമുക്ക് വേണ്ടേ, ഇത്രയെങ്കിലും ഒരു പീസാണ് നമുക്ക് വേണ്ടേ. സോ നമ്മളിപ്പോൾ ഇച്ചിരി ചെറുതാക്കണമെങ്കിൽ ഇത്രയെങ്കിലും ചെറുതാക്കിയാൽ മതി. നമുക്ക് ഈ പീസാണ് വേണ്ടത്. ഈ പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ആദ്യം ഒന്ന് പരത്തിയിട്ട് ഈ സൈഡ് ഇങ്ങനെ ആക്കും, ഈ സൈഡ് ഇങ്ങനെ ആക്കും. ഇപ്പോൾ ഒരു വി കൂട്ടില്ലേ, ഇപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കും. സോ ഇത് കണ്ടില്ലേ, ഒട്ടിച്ച് വെച്ചില്ലേ. സോ നമ്മളിപ്പോൾ ഒരു പുരികം ഉണ്ടാക്കാൻ പോവാണ്. അത് കൂട്ടി തന്നെയാണ്, പക്ഷെ ഇത് ഇങ്ങനെ വെക്കണം. ഇതൊരു യു കൂട്ടില്ലേ, ഈ യു നമ്മൾ ഇവിടെ ഒട്ടിക്കും. ഇപ്പോൾ ഒരെണ്ണോട് ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഇത്രയും പീസല്ല വേണ്ടേ, നമുക്ക് ഇച്ചിരി ഈ പീസാണ് നമുക്ക് വേണ്ടേ. സോ നമ്മൾ ഇതൊന്നും ഞാനിപ്പോൾ ഒരു പൊരികവേ വെച്ചിട്ടില്ല, അതുകൊണ്ട് അതിനകത്തില്ല. ഇതൊക്കെയാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്. ഈ 3 മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് നമ്മൾ പൊരിക ഒട്ടിച്ചില്ല. സോ നമുക്ക് ഇത്രയാണ് വേണ്ടത്. ഇച്ചിരി ചെറുതാക്കണമെങ്കിൽ ഇത് എടുത്തിട്ട് ചുമ്മാ ഇത്രയും പീസാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ ഇത് ഇച്ചിരി ചെറുതാക്കണമെങ്കിൽ ഇത്ര മതി. സോ നമുക്ക് ചിലപ്പോൾ ഇത്രയും പീസായിരിക്കും വേണ്ടേ. ഇത്രയും പീസ്, ഈ 2 പീസാണ് നമുക്ക് വേണ്ടത്. സോ നമ്മളിപ്പോൾ ഒട്ടിച്ച് വെക്കാൻ പോകണം. എന്നാൽ ഇത് കൂട്ട് ഒരു സ്ലൈമുണ്ട്. ആ സ്ലൈം ഈ നമ്മുടെ കയ്യിലേ ആവത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ഗിൽറ്റുള്ള സ്ലൈം, ആ ഗിൽറ്റ് എല്ലാം നമ്മുടെ കയ്യിലാവും. അപ്പോൾ ആ ഗിൽറ്റ് കയ്യിലാവുമ്പോൾ ആ സ്ലൈമിൻ്റെ ചില സ്ലൈമിന് ഗിൽറ്റ് ഉണ്ട്. ആ ഗിൽറ്റ് നമ്മുടെ കയ്യിലാവുമ്പോൾ ഈ നമ്മൾ ടേബിളിലും കയ്യിലൊക്കെ ആകുമ്പോൾ അത് നമ്മൾ കഴുകണം, കൈ കഴുകണം. ടേബിള് ചിലപ്പോൾ ഞങ്ങൾക്കൊരു സ്ലൈം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചീത്തയായിപ്പോയി. ആ സ്ലൈമിൻ്റെ ഇതൊക്കെ ടേബിളിൽ പറ്റി പിടിച്ചു. അത് നമ്മളിപ്പോൾ കഴുകിക്കളഞ്ഞു. പിന്നെ അതിനകത്ത് കഴിക്കാൻ തുടങ്ങി. അത് കഴുകിയില്ലെങ്കിൽ നമ്മുടെ കഴിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കൊക്കെ താഴെ ഈ ടേബിളിൽ വീണ സാധനങ്ങൾ നമ്മൾ ആ ഫുഡൊക്കെ നമ്മൾ എടുത്ത് കഴിക്കും. അപ്പോൾ അതിനകത്ത് ജെല്ലിയുള്ള നമ്മുടെ വയറ്റിൻ്റെ അകത്ത് പോവും. അതുകൊണ്ടാണ് നമ്മൾ ടേബിൾ കഴുകി വെക്കുന്നത്. സോ നമ്മളിപ്പോൾ ഇതുണ്ട് അവളെ തിരിച്ച് ബേബി ആവണമെന്നാണ് ആഗ്രഹം. അതാണ് ഭയങ്കര ഇതാവുന്നത്, ബേബി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ബേബിക്കുട്ടനെ കൊണ്ട് ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. കീടെ വേറെ. ഇനിയിപ്പോൾ ഒരു വാരം ഇതൊക്കെയാണ് വെച്ചേക്കുന്നത്, വാല് കാല് അതൊക്കെ വെച്ചേക്കുന്നത്.
സോ അത് കീടിയൊന്നുമല്ല, ഒരു മുയല് കൂട്ടാണ് അവൻ ഉണ്ടാക്കിയേക്കുന്നത്. എല്ലായിടത്തും തലയിലും ദേഹത്തും എല്ലാം ഡോട്ട് ഡോട്ടാണ്. നോക്കിക്കോ എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ഈ തലയിലെ ഡോട്ട് ഡോട്ട് ബേബി മാറ്റുക. സോ നമ്മൾ ഈ പൂരിക്കം ഉണ്ടാക്കാൻ പോവാണ്. നമ്മളിത് പരത്തി ഒന്നാമത്തെ പൂരിക്കം നമ്മൾ വെച്ചു. ഇനി രണ്ടാമത്തെ പൂരിക്കം നമ്മൾ വെക്കാൻ പോവാണ്. സോ ഇതിങ്ങനെ മടക്കാം. സോ നമ്മുടെ പൂരിക്കം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാണ് വെക്കാൻ പോകുന്നത്. ചരിച്ച് വെച്ചാൽ അത് ശരിയാവില്ല. ഇതെങ്ങനെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഈ കണ്ണിൻ്റെ അകത്ത് കയറി. സോ നമ്മൾ കണ്ണിൻ്റെ അകത്ത് കയറിയപ്പോൾ വേറെ എടുക്കാൻ പോവാണ്. ഇങ്ങനെ വന്നു, പക്ഷെ എടുക്കാൻ പറ്റില്ല അത്. സോ നമ്മൾ ഈ കുഞ്ഞിനകത്തുനിന്ന് ഇച്ചിരി കൂടി കുഞ്ഞിതാക്കിയിട്ട് നമ്മൾ എടുക്കും. സോ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അടുത്ത പുരിക്കമാണ്. പുരിക്കം എന്ന് വെച്ചാൽ നമ്മുടെ ഇതില്ലേ ഈ ബ്ലാക്ക്, ആ ബ്ലാക്ക് ആണ് നമ്മുടെ പുരിക്കം. അപ്പോൾ പേരക്കുട്ടിൻ്റെ മുയൽ ഇതാണ്. ഇത് നോക്കിക്കോ, മുയൽ നോക്ക് നന്നായിട്ടില്ലേ, ഇവിടെ കുത്തി കുത്തി ഉണ്ടാക്കി. സോ നമ്മളിത് ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ഇങ്ങനെ പരത്തും. ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പൊ റെഡിയാവും. ഇപ്പൊ റെഡിയാവും. സോ നമുക്ക് ലാസ്റ്റ് പാർട്ടാണ് ഈ മൂക്ക്. ഈ മൂക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഇത്ര ഒരു നീളത്തിലുള്ള പരന്നതാണ് വേണ്ടത് നമുക്ക്. സോ ഇതാക്കാം. നമ്മൾ ഓൾറെഡി പരത്തിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ബേബിയുടെ ഈ തല. ഈ ബേബിയുടെ ഈ ശരിക്കുള്ള ബേബിയുടെ പേര് ആണ് സിദ്ധു എന്ന് ഞാൻ പേരിട്ടേക്കുന്നത്. ബേബിക്കുട്ടെന്ന് സിദ്ധു എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനത്തെ വേറെ വീഡിയോസ് ഉണ്ട്, ഇങ്ങനത്തെ വേറെ കളർ വീഡിയോസ് ഉണ്ട്. ബൈ ബൈ.